റെഡ്മിയുടെ റെഡ്മി A3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. റെഡ്മി A2 എന്ന ഫോണിൻ്റെ സക്സസർ ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി A3 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റെഡ്മി A3യിൽ 6.71 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, പക്ഷേ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഫുൾ HD റെസൊല്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. LCD പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചും ഇതിൽ വരുന്നതായിരിക്കും. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഇപ്പോൾ റെഡ്മി A2ൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ബാക്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. പിന്നെ ഗ്ലാസ് ഡിസൈനിലുള്ള ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഫോണിൻ്റെ മിഡ് നൈറ്റ് ബ്ലാക്ക്, ഫോറസ്റ്റ് ഗ്രീൻ അതുപോലെ തന്നെ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G36 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. റെഡ്മി A2 എന്നുള്ള സ്മാർട്ട് ഫോണിലും ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിൽ വലിയൊരു അപ്ഗ്രേഡ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. ഈ ഫോണിൻ്റെ 4GB റാം വെർഷനും 6GB റാം വെർഷനും വന്നേക്കാം. 64GB ഇന്റേണൽ വെർഷനും അതുപോലെ തന്നെ 128GB ഇന്റേണൽ വെർഷനും വന്നേക്കാം. LPDDR4Xൻ്റെ റാം ആയിരിക്കും ഇതിൽ വരിക. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് ഈ ഫോണിൽ വന്നേക്കാം. റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വന്നേക്കാം. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 13 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. രണ്ടാമത് ഒരു AI ലെൻസും വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ February 14 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില 7000 to 9000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ബേസ് വേരിയൻറ്റിൻ്റെ വില നമുക്ക് ഒരു 7000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും റെഡ്മി A3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.